കഴിഞ്ഞ ദിവസം ഇന്ത്യ ഓപ്പറേഷൻ തൃശൂൽ ആരംഭിക്കുകയും അതിന് തൊട്ടു പിന്നാലെ അതായത് കഴിഞ്ഞ ദിവസം ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയായ ഷെയ്ഖ് മെയ്സ് മുജാഹിദ് എന്ന് പറയുന്ന ലഷ്കർ-എ കമാൻഡർ കൊല്ലപ്പെടുകയും ചെയ്തു. അതും പട്ടാപ്പകല് ലാഹോറിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഭീകരന്മാർ കൂട്ടത്തോടെ മുങ്ങുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ നിന്നുമൊക്കെ വരുന്നത്. അതിൽ പ്രധാനി ഹാഫിസ് സയ്യിദ് തന്നെയാണ്. ഹാഫിസ് സയ്യിദ് ഇന്ന് ലാഹോറിൽ നടത്താനിരുന്ന റാലി മാറ്റി വെച്ചിരിക്കുന്നു. അദ്ദേഹം എവിടെയാണെന്നറിയില്ല. പക്ഷേ അനുയായികൾ അമ്പരപ്പിലാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ലഷ്കർ-എയുടെ ഈ നെറ്റ്വർക്കിലൂടെയാണ് ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആ അറിയിപ്പിൽ പറയുന്ന കാര്യം അനിശ്ചിതമായി ഈ റാലികൾ നീട്ടിവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അണികൾ ആരും തന്നെ കൂട്ടം കൂടേണ്ടതായിട്ടില്ല എന്നുകൂടി ഇവർ അറിയിച്ചിരിക്കുന്നു. ഇതിനെ തുടർന്ന് വിവിധ ഇടങ്ങളിൽ നടത്താനിരുന്ന റാലിയും മാറ്റിവെച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അണികൾ നെട്ടോട്ടം ഓടുകയാണ്. ഏതായാലും ഹാഫിസ് സയ്യിദ് മുങ്ങി എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ അണികൾ പറയുന്നത് അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ അവിടുത്തെ കമാൻഡർമാർ, അതായത് ഈ ഭീകര സംഘടന തലവന്മാരൊക്കെ വലിയ ഭയത്തിലാണ് എന്ന് ഇത് തന്നെ സൂചിപ്പിക്കുന്നു. ഐക്യരാഷ്ട്രസഭ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകരനാണ് ഹാഫിസ് സയ്യിദ്. ഇന്ത്യയുടെ ഓപ്പറേഷൻ തൃശൂൽ ആരംഭിക്കുകയും ഇന്നലെ അദ്ദേഹത്തിന്റെ വലങ്കൈ പട്ടാപ്പകൽ കൊല്ലപ്പെടുകയും കൂടി ചെയ്തപ്പോഴാണ് ഹാഫിസ് സയ്യിദ് വീണ്ടും ബങ്കറിലേക്ക് മടങ്ങിയത്. പാക് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഹാഫിസ് സയ്യിദ് പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണ്, ഒരു പൊതു റാലിയാണ്, വലിയ റാലി ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും റാലിയൊക്കെ മടക്കി കെട്ടി അദ്ദേഹം മുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും അണികൾ ഇതോടുകൂടി അങ്കലാപ്പിലായിരിക്കുകയാണ്. കാരണം നേതാക്കന്മാർക്ക് മുങ്ങാൻ എളുപ്പമാണ്, അണികൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.